കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഹലോ, ഹായ്, എല്ലാവരും സന്തോഷമായിരിക്കുകയല്ലേ? പുതുവർഷം ആരംഭിച്ചു കഴിഞ്ഞു. റേഡിയോ പ്രയറിന്റെ പുതുവർഷത്തിലെ ആദ്യ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പുതിയൊരു തുടക്കത്തിനും പുതിയ സാഹസികതകൾക്കും വരാനിരിക്കുന്ന അത്ഭുതകരമായ അനുഭവങ്ങൾക്കും ആശംസകൾ. ഈ വർഷം നല്ല ആരോഗ്യവും സന്തോഷവും മറക്കാനാവാത്ത നിമിഷങ്ങളും നിറഞ്ഞതാകട്ടെ. കഴിഞ്ഞ വർഷത്തെ പാഠങ്ങൾ നിങ്ങളെ ശോഭനവും വിജയകരവുമായ ഒരു ഭാവിയിലേക്ക് നയിക്കട്ടെ. ഞാൻ അജയ്, ഒപ്പം ഉണ്ണിക്കുട്ടനും 9Cയിലെ കൂട്ടുകാരും ചേർന്ന് ആശംസിക്കുന്നു. Let go of the past, forgive and welcome new opportunities in 2026. Happy New Year! പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. മനസ്സിൻ്റെ കണ്ണാടി എന്ന് വിളിക്കേണ്ട മുഖത്തെയല്ല, അത് കണ്ണുകളെയാണ്. മനസ്സിലെ ഓർമ്മ നിറയുമ്പോൾ കൂടെ നിറയാനുള്ളതാണ് കണ്ണുകൾ. ഈ ലോക ബ്രെയിലി ദിനത്തിൻ്റെ കണ്ണിൻ്റെ വില തിരിച്ചറിയുവാൻ കാഴ്ചകൾ പരമാവധി സഹായിക്കുന്നതിനുള്ള അവിബോധക ദിനം. ഈ ദിനത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു ബിന്ന വിജു. എല്ലാ വർഷവും ജനുവരി 4 ലോക ബ്രെയിൽ ദിനമായി ആചരിക്കുന്നു. കാഴ്ചയില്ലാത്തവർക്കും ഭാഗികമായി കാഴ്ചയുള്ളവർക്കും അക്ഷരങ്ങളും ചിഹ്നങ്ങളും തിരിച്ചറിയാൻ സഹായിക്കുന്ന സ്പർശനലിപിയായ ബ്രെയിൽ സമ്പ്രദായത്തിൻ്റെ ഉപജ്ഞാതാവായ ലൂയിസ് ബ്രെയിലിൻ്റെ ജന്മദിനമാണിത്. ഐക്യരാഷ്ട്രസഭ 2019 ഈ ദിനം ഔദ്യോഗികമായി അംഗീകരിച്ചു. കാഴ്ചവൈകല്യമുള്ള വ്യക്തികളുടെ വിദ്യാഭ്യാസത്തിനും ആശയവിനിമയത്തിനും സാമൂഹിക ഉൾപ്പെടുത്തലിനും ഉള്ള ബ്രെയിലിൻ്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. 6 ഉയർന്ന കുത്തുകൾ ഉപയോഗിച്ച് വിരൽ തുമ്പുകൊണ്ട് വായിക്കാൻ കഴിയുന്ന ഒരു സ്പർശന കോഡാണ് ബ്രെയിൽ. ലെറ്റ്സ് ഹിയർ ജാസ് ബീറ്റ് ബൈ ഡാനിയൽ. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. ഈ ശബ്ദം കേട്ട് ഉണർന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമുക്ക്. എന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് ഈ ശബ്ദം അന്യം നിന്ന് പോയിരിക്കുന്നു. പക്ഷികളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവ നേരിടുന്ന ഭീഷണികളെക്കുറിച്ചും അവബോധം നൽകുന്നതിനായി ജനുവരി 5
ദേശീയ പക്ഷിദിനമായി ആചരിക്കുന്നു. കിളിയേ കിളിയേ മണിമണിമേഘത്തോപ്പിൽ ഒരു മലന്നുള്ളാൻ പോകും അഴകിന്നഴകേ. കിളിയേ കിളിയേ മണിമണിമേഘത്തോപ്പിൽ ഒരു മലന്നുള്ളാൻ പോകും അഴകിന്നഴകേ. പഞ്ചവർണ്ണ പൈങ്കിളിപ്പെണ്ണേ ഇന്നെനിക്കൊരു ദൂത് പോകാമോ? ആരാരും കാണാതെ ഒന്നവിടെ ചെല്ലാമോ? കുറിമാനം നൽകി പോരാമോ? പഞ്ചവർണ്ണ പൈങ്കിളിപ്പെണ്ണേ ആറ്റിരമ്പിലെ കൊമ്പില് തത്തമ്മേ കിളി തത്തമ്മേ ഇല്ല കഥ ചൊല്ലാതെടിയോലവാരി. വേണ്ടാത്തതു മിണ്ടാതെടി കൂട്ടുകാരി. കുയിൽ പാട്ടിലൂഞ്ഞാലാടാൻ കുറുമ്പിന്റെ ജാലം കാട്ടാൻ കുളിർമഞ്ഞു കൂടാരത്തിൽ കുരുക്കുത്തി മൈനേ വാവ. കുയിൽ പാട്ടിലൂഞ്ഞാലാടാൻ കുറുമ്പിന്റെ ജാലം കാട്ടാൻ കുളിർമഞ്ഞു കൂടാരത്തിൽ കുരുക്കുത്തി മൈനേ വാവ. ആടിവാ കാറ്റ് പാടിവാ കാറ്റ് ആയിരം പൂക്കൾ നുള്ളിവാ. ആടിവാ കാറ്റ് പാടിവാ കാറ്റ് ആയിരം പൂക്കൾ നുള്ളിവാ. അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാടും മന്ദാരപ്പൂക്കൾ നുള്ളിവാ. കാണാമു തിരുമുറുകളിൽ തൂകും കുളിരമർദ്ദാൻ. തിരുമുറുകളിൽ തൂകും കുളിരമർദ്ദാൻ. കരൾ നിറയും കളരമായി പൂങ്കാട്ടിലോ. ആടിവാ കാറ്റ് ആടിവാ കാറ്റ് ആയിരം പൂക്കൾ നുള്ളിവാ. അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടും മന്ദാരപ്പൂക്കൾ നുള്ളിവാ. ശബ്ദത്തിൻ്റെ സ്വരച്ചേർച്ചയുടെ പ്രകടനമാണ് സംഗീതം. ജീവിതത്തിൻ്റെ സ്വരച്ചേർച്ചയുടെ പ്രകടനമാണ് സ്നേഹം. മനോഹരമായി ഈണവുമായി വരുന്നു അഭിനന്ദ് ദേവ് ഷില്ലി. മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ. സലാം. ഉജാർജി का बच्चा किधर है? അവനുമായിട്ട് ഞാൻ ഉടക്കി. क्या? പോട്ടി പോട്ടി झगड़ा झगड़ा. तुम हमसे झगड़ा करेगा? यस. तुम पागल है क्या? हम निश्चल है. അതായത് ഞാനും ജോജിയുമായിട്ട് അടിച്ചു പിരിഞ്ച്. ദുഷ്മൻ ദുഷ്മൻ ദുഷ്മൻ. तू मेरा दुश्मन है? यस. वो साला जॉर्जी मेरा आदमी को मारा. अगर वो मेरे को मिल गया तो मैं उसको मार डालेगा, और अगर वो मेरे को नहीं मिला तो मैं तेरे को मार डालेगा. बोल. मुझे
മാലും. അയ്യോ, അറിഞ്ഞൂടാന്നുള്ള എന്റെ ഹിന്ദി എന്തുവാണോ എന്തോ. മുജേ മാലും, മുജേ മാലും. അയ്യോ എന്റെ ദൈവമേ, എനിക്കൊന്നും അറിഞ്ഞൂടാ. നീ മറുനായോട് പറഞ്ഞു കൊടുക്കണ. ഈ ഡയലോഗ് അറിയാത്ത മലയാളികൾ ഉണ്ടാകില്ല. ഹിന്ദി അറിയാത്തതിന്റെ പേരിലെ പുകില്. ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷയാണ്. ഭാഷയുടെ പ്രാധാന്യം നമ്മെ വ്യക്തമാക്കുന്നതിനായി ജനുവരി 10 ലോക ഹിന്ദി ദിനമായി ആചരിക്കുന്നു. പറവൂർ സബ് ജില്ലാ കലോത്സവത്തിൽ ഹിന്ദി പദ്യോച്ചാരണത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ ഇവാ മരിയയുടെ കവിത ആസ്വദിക്കാം. नमस्कार। हिंदी कविता के क्षेत्र में श्री दमनी के शबात मशहूर है। वर्तमान समाज की ठहराई वाली सच्चाई को प्रस्तुत करने वाली कविता है माँ मुझे डर लगता है। कविता कुछ इस प्रकार है, सुनिए। माँ मुझे डर लगता है, बहुत डर लगता है। सूरज की रोशनी आँख सी लगती है, पानी की बूंदें तेजाब सी लगती है। माँ हवा में भी शहर सा खुला लगता है। माँ मुझे छुपा ले, बहुत डर लगता है। माँ तुझे याद है वो कांच की गुड़िया जो बचपन में टूटी थी। माँ कुछ ऐसे ही आज मैं टूट गई हूँ। मेरे गलती कुछ भी ना थी माँ, फिर भी खुद से रूठ गई हूँ। माँ बचपन में स्कूल टीचर की गंदी नजरों से डर लगता था, पड़ोस के चाचा के नापाक इरादों से डर लगता था, वो निकट के लड़कों की बेवकूफ बातों पर डर लगता था। और अब बॉस की वहशी इशारों और इरादों से डर लगता है। माँ मुझे छुपा ले, बहुत डर लगता है। माँ तुझे याद है मैं तेरी आंगन में चिड़िया सी फुदक रही थी और ठोकर खाकर मैं जमीन पर गिर पड़ी थी। दो बूंद खून को देकर तुम भी रो पड़ी थी। माँ तूने तो मुझे फूलों की तरह पाला था, आखिर उन दरिंद्रों को मैंने क्या बिगाड़ा था, क्यों वो मुझे इस तरह मसल कर चले गए, बेदर्द मेरे रूह को कुचल के चले गए। माँ मुझे छुपा ले, बहुत डर लगता है। माँ तूने तो कहती थी अपनी गुड़िया को दुल्हन बनाएगी और मेरे इस जीवन को खुशियों से सजाएगी। माँ क्या वो दिन जिंदगी कभी न लाएगी, क्या अब तेरे घर बारात न आएगी। माँ खोया है जो मैंने क्या फिर से कभी न पाऊंगी। सांसें तो ले रही हूँ पर क्या जिंदगी जी पाओगी। घूरते हैं सब अलग ही नजरों से। माँ मुझे उन नजरों से छुपा ले, बहुत डर लगता है। माँ अपनी आंचल में मुझे छुपा ले। माँ अब हर शाम को बाहर निकलने से डर लगता है, अब हर रेल बस पर चढ़ने से डर लगता है। समझ नहीं आता कि इंसान के रूप में कौन वैसी घनता छुपा हुआ है। अक्सर सोचती हूँ कि इंसानियत मर गई और किसमें अभी जिंदा है। माँ मैं भी जीना चाहती हूँ, तेरे साथ वक्त बिताना चाहती हूँ। धरती के खिलौना नहीं है लड़कियाँ, यही बात मैं सबको समझाना चाहती हूँ। अब हर बस्ती के हर वेशी को मिटाने का वक्त आ गया है। हैवानियत का कोहरा चाट कर इंसानियत को सामने लाने का वक्त आ गया है। माँ मुझे छुपा ले, बहुत डर लगता है। माँ बहुत डर सहकर तुझसे कुछ कहकर मैं जा रही हूँ कि सब कुछ कह लेना, फिर कभी भी है मत कहना, ये अगले जन्म में मुझे बिटिया न देना। धन्यवाद। ഈ ആഴ്ചയിലെ സ്കൂൾ വാർത്തകളുമായി വരുന്നു നസീം. ഈ ആഴ്ചയിലെ സ്കൂൾ വാർത്തകളിലേക്ക് സ്വാഗതം.
ക്രിസ്മസ് അവധി കഴിഞ്ഞ് ജനുവരി 5-ന് സ്കൂൾ തുറക്കുന്നു. അവധിക്കാല ക്യാമ്പുകളിൽ സജീവമായിരുന്നു നമ്മുടെ സ്കൂൾ അങ്കണം. നമ്മുടെ സ്കൂളിലെ SPC യൂണിറ്റിൻ്റെ അവധിക്കാല ക്യാമ്പ് നമ്മുടെ സ്കൂളിൽ വെച്ച് നടത്തപ്പെട്ടു. സ്കൂളിലെ അർഹരായ വിദ്യാർത്ഥികളെ ഭവനങ്ങളിലെത്തി കേഡറ്റുകൾ സന്ദർശിച്ചു. സെന്റ് ആൽബർട്ട്സ് കോളേജിൻ്റെ NSS ക്യാമ്പ് നമ്മുടെ സ്കൂളിൽ വെച്ച് നടത്തപ്പെട്ടു. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കേഡറ്റുകൾ രാജ്യപുരസ്കാർ സ്റ്റേറ്റ് ലെവൽ ക്യാമ്പിൽ പങ്കെടുത്തു. നമ്മുടെ സ്വർഗീയ മധ്യസ്ഥരായ വിശുദ്ധ ചാവറ കുര്യാക്കോസ് പിതാവിൻ്റെയും വിശുദ്ധ ഫിലോമിനായുടെയും തിരുനാൾ നമ്മുടെ ദേവാലയത്തിൽ സാഘോഷം കൊണ്ടാടി. എല്ലാവർക്കും നല്ലൊരു ആഴ്ച ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. സ്നേഹം കൊടുത്ത് നാം വാങ്ങിക്കുന്ന ഏറ്റവും വലിയ സമ്പാദ്യമാണ് കണ്ണുനീർ. ഓരോ കണ്ണുനീർ തുള്ളിക്കുമുണ്ടാകും നാം നൽകിയ സ്നേഹത്തിൻ്റെ കണക്ക് പറയാൻ. ഈ പുതുവർഷം സ്നേഹം നൽകി സ്നേഹം വാങ്ങി മുന്നോട്ട് പോകാൻ ഓരോരുത്തർക്കുമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ 9C കൂട്ടുകാർ സ്മീറ്റ ടീച്ചറിനുമൊപ്പം വിഷിംഗ് യു ഹാപ്പി ന്യൂ ഇയർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം.